എന്താണ് എലവേറ്റേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എലവേറ്റേഴ്സിലെ ടൈപ്സ് നോക്കി നോക്കാം. അതിൻ്റെ അപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പാസഞ്ചർ എലവേറ്റേഴ്സ്. ഒന്നാമത്തേതാണ് പാസഞ്ചർ എലവേറ്റേഴ്സ്. As suggested by its name, this type of elevator is for guest use only. അല്ലേ, ജസ്റ്റ് നമുക്ക് നമ്മളെ ആൾക്കാർക്കുള്ളതാണ്. എയിമിങ് ടു കംഫർട്ടബിളി ട്രാൻസ്പോർട്ട് ദം ടു ദെയർ ഡിസൈർഡ് ഫ്ലോർ. അവർക്ക് എന്ത് ചെയ്യണം, കംഫർട്ടായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വെറും യാത്രക്കാർക്ക് മാത്രം, ഇത് ചരക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പാസഞ്ചർ എലവേറ്റർ ആർ ബൈ ഫാർ ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എലവേറ്റേഴ്സ്. എല്ലാവർക്കും അറിയാം അല്ലേ, വൈഡ്ലി യൂസ്ഡ് ഫോർ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആൻഡ് ടു സ്കൈ സ്ക്രാപ്പേഴ്സ്. ഇനി അടുത്തതാണ് ഫ്രൈറ്റ് എലവേറ്റേഴ്സ്. ഇതിന് MCQ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ ചോദിച്ചാൽ ലോഡുകൾ. ദേ ആർ കോമൺലി ഫൗണ്ട് ഇൻ ദി സെയിം ബിൽഡിംഗ് ദാൻ പാസഞ്ചർ എലവേറ്റേഴ്സ് ബട്ട് ഫോർ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് യൂസ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, സപ്ലൈസ്, എനിത്തിങ് യു ക്യാൻ മൂവ് വിത്ത് ദി പ്രീവിയസ് ടൈപ്പ്. പാസഞ്ചർ എലിവേറ്ററിൽ കൊള്ളാൻ പറയുന്നത് നമുക്ക് ബാഗോ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസഞ്ചർ എലിവേറ്ററിൽ കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ലോഡ്സോ ഗുഡ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റോ മെഷീനറിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരിക്കലും പാസഞ്ചർ എലവേറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതിനു വേണ്ടി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഫ്ലൈറ്റ് എലവേറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് ഇസ് ബിക്കോസ് ദേ ആർ ബിൽഡ് ടു ഹാവ് ഹയർ വെയിറ്റ് കപ്പാസിറ്റി. കാരണം ഫ്ലൈറ്റ് എലവേറ്റേഴ്സിന് നല്ല വെയിറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തതാണ് റെസിഡൻഷ്യൽ എലവേറ്റേഴ്സ്. പേര് പോലെ തന്നെ ബേസിക്കലി ദി സെയിം ദാൻ passenger elevators but used for large houses with many floors or where wheelchair accessibility is needed. നമ്മളെ 1-2 ഫ്ലോറുള്ള വീട്ടിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല, അതിനേക്കാട്ടിലും കൂടുതൽ ഫ്ലോറുള്ള വീട്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, റെസിഡൻഷ്യൽ എലവേറ്റേഴ്സ് ഉപയോഗിക്കും. ഇനി അതിൽ വീൽ ചെയർ ആക്സസിബിലിറ്റി ആവശ്യമുള്ള, അവിടെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും, റെസിഡൻഷ്യൽ എലവേറ്റേഴ്സ് ഉപയോഗിക്കും. ദേ ടെൻഡ് ടു ബി സ്ലൈറ്റ്ലി സ്മാളർ ദാൻ സ്റ്റാൻഡേർഡ് എലവേറ്റേഴ്സ്. സ്റ്റാൻഡേർഡ് എലവേറ്ററിൻ്റെ സൈസ് ഉണ്ടാവില്ല, ഒന്നുകൂടി ചെറുതായിരിക്കും. ഇനി പ്രൈവറ്റ് എലവേറ്റേഴ്സ്, അതായത് സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ഇന്ന പ്രീമിയം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാസഞ്ചർ ഡിസൈൻ ടു ബി യൂസ്ഡ് ഓൺലി ബൈ എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് പെർമിഷൻ. ദേ ആർ ഇൻറ്റൻഡഡ് ടു സെർവ് ടു എക്സ്ക്ലൂസീവ് യൂസർ ഹു എൻജോയ് ദ ഡിസ്ക്രിപ്ഷൻ ബൈ ഹെൽപ്പിംഗ് ദം ടു അവോയ്ഡ് ഹാവിംഗ് കമ്പനി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ലിഫ്റ്റ് ഓഫ് എ പ്രൈവറ്റ് ഫ്ലോർ ഓർ ഡെസ്റ്റിനേഷൻ. ഒന്നെങ്കിൽ കമ്പനി CEO അങ്ങനത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മാത്രമായിട്ട്, അതിനൊക്കെ എന്ത് വിളിക്കാം, പ്രൈവറ്റ് എലവേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ഡ്രൈവിംഗ് മെത്തേഡ്. നമ്മുടെ ഡ്രൈവിംഗ് മെത്തേഡിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ട്രാക്ഷൻ എലവേറ്റേഴ്സ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് ട്രാക്ഷൻ എലവേറ്റേഴ്സ്. എന്താ ഉപയോഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ വയർ റോപ്പ് ഉണ്ടാവും. യൂസ് റോപ്സ് ദാറ്റ് പാസ് ഓവർ എ വീൽ അറ്റാച്ച്ഡ് ടു എ മോട്ടോർ ദാറ്റ് സിറ്റ് അബോവ് ദി എലവേറ്റർ ഷാഫ്റ്റ്. നമ്മൾ നമ്മൾ ലിഫ്റ്റിൻ്റെ മുകളിൽ നിന്നുണ്ടാവും എലവേറ്റർ ഷാഫ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റീലിൻ്റെ റോപ്പുകൾ ഇങ്ങനെ ചുറ്റായിട്ട് വെക്കും. അതിൻ്റെ ഒരറ്റത്ത് എന്ത് കൊടുക്കും, നമ്മളെ ഈ ലിഫ്റ്റും കൊടുക്കും, മറ്റേറ്റത്ത് മോട്ടറും കൗണ്ടർ വെയിറ്റും കൊടുക്കും. ഓക്കെയാണോ? ദീസ് എലവേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മിഡ് ടു ഹൈ റൈസ് ആപ്ലിക്കേഷൻ. ഇതാണ് കീബോർഡ്. മിഡ് ടു ഹൈ റൈസ് ആപ്ലിക്കേഷനിലാണ് ട്രാക്ഷൻ എലവേറ്റേഴ്സ് ഉപയോഗിക്കുക. ഡ്യൂ ടു ദയർ ഇൻക്രീസ് സ്പീഡ് ആൻഡ് മാക്സിമം ട്രാവലിംഗ് ഹൈറ്റ്. എത്രത്തോളം റോപ്പിന് നീളുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യുക, അവർക്ക് പോവാം. അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. ദർ ആർ 3 ടൈപ്പ് ഓഫ് ട്രാക്ഷൻ എലവേറ്റേഴ്സ് ആർ യൂസ്ഡ്. ഇന്നത്തെ കാലത്ത് 3 ടൈപ്പ് ട്രാക്ഷൻ എലവേറ്റേഴ്സാണ്. ഒന്നാമത്തെ ഗിയേർഡ്, രണ്ടാമത്തെ ഗിയർ ഇല്ലാത്തത്, മൂന്നാമത്തെ അതിന് മെഷീൻ റൂം ഉണ്ടാവില്ല, മെഷീൻ റൂംലെസ്. അപ്പോൾ ട്രാക്ഷൻ എലവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാബിൻ്റെ മുകളിൽ നമ്മൾ റോപ്പ് ഡ്രൈവ് ആണ് ഉപയോഗിക്കുക. അത് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഗിയേർഡ് ആണ്, ഒന്ന് ഗിയർലെസ് ആണ്, മറ്റേത് മെഷീൻ റൂം ഇല്ലാത്തതാണ്, മെഷീൻ റൂംലെസ് ആണ്. ഈ രണ്ടാമത്തെയാണ് ഡ്രൈവിംഗ് മെത്തേഡിൽ രണ്ടാമത്തെയാണ് ഹൈഡ്രോളിക് എലവേറ്റേഴ്സ്. അതെന്ന് പറയുമ്പോൾ നമ്മളെ JCBയുടെ ഹൈഡ്രോളിക് സിലിണ്ടർ കണ്ടിട്ടില്ല നിങ്ങൾ, അതേപോലത്തെ വലിയ നീളത്തിലുള്ള ഒരു പിസ്റ്റൺ ഉണ്ടാവും. ആ പിസ്റ്റൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ക്യാബിൻ വെക്കുക, അല്ലെങ്കിൽ ലിഫ്റ്റ് വെക്കുക, എലവേറ്റർ വെക്കുക. ഹൈഡ്രോളിക് എലവേറ്റേഴ്സ് ആർ കോമൺലി ഫൗണ്ട് ഇൻ ലോ റൈസ് ബിൽഡിംഗ്. കാരണം പിസ്റ്റണല്ലേ, പിസ്റ്റൻ്റെ നീളത്തിന് ഒരു പരിധിയില്ലേ. ലോ റൈസ് ബിൽഡിംഗ് വിത്ത് 2 to 8 ഫ്ലോർ, 2 മുതൽ 8 ഫ്ലോർ വരെ, ദാറ്റ് ഈസ് 20 മുതൽ 60 അടി വരെ. അക്കോർഡിംഗ് ടു ദി ഹൈഡ്രോളിക് സിസ്റ്റം ചൂസൺ. അതായത് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം, ഹോളിലാണോ ഹോളില്ലാത്തതാണോ, ടെലിസ്കോപ്പിക് ആണോ നോൺ ടെലിസ്കോപ്പിക് ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഈ നീളം മാറും. ഓക്കെ ആണോ? ദേ ഗോ അപ്പ് ആൻഡ് ഡൗൺ
താങ്ക്സ് ടു എ പിസ്റ്റൺ പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ക്യാബ്. എലവേറ്ററിൻ്റെ ക്യാബിൻ്റെ അടിയിലാണ് എന്തുണ്ടാവുക, പിസ്റ്റൺ ഉണ്ടാവുക. ഹൈഡ്രോളിക് ഫ്ലൂയിഡൊക്കെ പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ പൊങ്ങാൻ തുടങ്ങും. പിന്നെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ താഴാൻ തുടങ്ങും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ എലവേറ്റർ ക്യാബിന് എന്ത് ചെയ്യും, മുകളിലേക്ക് പൊന്തും, താഴത്തോട്ട് താഴും. ഓക്കെ ആണോ? ദേ ട്രാവൽ അറ്റ് സ്പീഡ് അപ് ടു 200 ഫീറ്റ് പെർ മിനിറ്റ്. 200 അടി, ഒരു മിനിറ്റിൽ 200 അടി വരെ എന്ത് ചെയ്യുക, അവർക്ക് സ്പീഡ് അച്ചീവ് ചെയ്യുക. മാക്സിമം ആട്ടോ, പരിധിയാണ്, അപ് ടു എന്നാണ്, പരിധിയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം കീവേഡ് അപ് ടു എന്നാണ്. ഹൈഡ്രോളിക് എലവേറ്റേഴ്സ് വെരി കൺവീനിയൻറ്റ് ഫോർ റെസിഡൻഷ്യൽ യൂസ് ആസ് ദേ ഡോണ്ട് റിക്വയർ എനി അഡ്ജോയിനിങ് മെഷീൻ ക്ലോസറ്റ് അലോയിൻ ടു പ്ലേസ് ദി സപ്പോർട്ടിംഗ് മെഷീനറി വെനെവർ യു വാണ്ട്. ഇതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് നമുക്ക് റോപ്പ് വേണ്ട, അതുപോലെ തന്നെ മെഷീൻ റൂം ഒക്കെ വളരെ ലെസ് സ്പേസ് മതി. ഓക്കെയാണ്, അതുകൊണ്ട് നമുക്കൊന്ന് വീടുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ യൂസ്ഫുള്ളാണ്, കാരണം അഡീഷണൽ ആയിട്ട് നമുക്ക് സ്ഥലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതാണ് ഡ്രൈവിംഗ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ട്രാക്ഷൻ ഡ്രൈവ്, രണ്ടാമത്തെ പറഞ്ഞു ഹൈഡ്രോളിക് ഡ്രൈവ്, മൂന്നാമത്തേണ് ന്യൂമാറ്റിക് വാക്വം എലവേറ്റേഴ്സ്. ഇത് പുതിയൊരു കണ്ടുപിടിച്ചാട്ടോ. എന്താണ് PVE, ന്യൂമാറ്റിക് വാക്വം എലവേറ്റർ. അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, എയർ നമ്മൾ കൊടുക്കും, ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വാക്വം അപ്ലൈ ചെയ്യും. അത് ഒരു പ്രഷർ ഡിഫറൻസ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് ജ്യൂസ് കുടിക്കുകയാണ് എഴുതിക്കോ. അപ്പോൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മൗത്തിൽ എന്തുണ്ടാവും, ഒരു വാക്വം ഉണ്ടാക്കൂലേ. വാക്വം ഉണ്ടാക്കുമ്പോൾ അടിയിലുണ്ടായിരുന്ന ജ്യൂസ് എന്ത് ചെയ്യും, സ്ട്രോൻ്റെ ഉള്ളിലൂടെ എൻ്റെ മൗത്തിലേക്ക് വരില്ലേ. അതേപോലത്തെ പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇന്നോവേറ്റീവ് എലവേറ്റർ ഡിസൈൻ. ഫസ്റ്റ് ഇറ്റ് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി ലിഫ്റ്റ്. കാരണം ഓക്കെ ആണോ, കാരണം ഇലക്ട്രിസിറ്റി ഒന്നും വല്ലാണ്ട് വേണ്ട, കറണ്ടൊന്നും വേണ്ട. വേർഷൻ ദാറ്റ് റെഡ്യൂസസ് ദി എനർജി യൂസ്. ദിസ് ഈസ് ഓൺലി നീഡഡ് വെൻ ഗോയിങ് അപ്പ്. അതും എപ്പോൾ മാത്രമേ വേണ്ടുള്ളൂ, മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ ചെറിയൊരു എനർജിയുടെ ആവശ്യമുള്ളൂ. ദേ മൂവ് പാസഞ്ചേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ബൈ കൺട്രോളിങ് എയർ പ്രഷർ ഇൻ ദി ചാമ്പർ. ഇതാണ് കീവേഡ്. നമ്മളെ ചാമ്പറിലെ എയർ പ്രഷർ ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇനി അടുത്തത് യൂസിങ് ദി ഹോയിസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ദി ലിഫ്റ്റിംഗ് സിസ്റ്റം. ഡിസെൻറ്റ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ കൺട്രോൾ വാൽവ്. അടിക്ക് എങ്ങനെ ഇറങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കൺട്രോൾ വാൽവ് എന്ത് ചെയ്യും, പ്രഷറാണ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അടിയിൽ ഇങ്ങനെ ഇയാളിങ്ങനെ ഇറങ്ങി വരും, മെല്ലെ ഇറങ്ങി വരും. ഇതൊരു ചിത്രം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിയേറ്റ് എ കുഷൻ ഓഫ് എയർ ബെനീത് ദി ക്യാബിൻ്റെ അടിയിൽ കുഷൻ ഉണ്ടാവും, എയറിൻ്റെ ഒരു കുഷനിങ് ഫീൽ ചെയ്യും. ആൻഡ് നീഡിങ് നോ ഇലക്ട്രിസിറ്റി. അടിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട, കറണ്ട് വേണ്ട. സെക്കൻഡ്ലി ദേ ഡു നോട്ട് നീഡ് കേബിൾ. അതിനെന്ത് ചെയ്യുക, ട്രാക്ഷൻ ഡ്രൈവ് അല്ല അല്ലേ, പിസ്റ്റൺ വേണ്ട, ഹൈഡ്രോളിക് ഡ്രൈവ് അല്ല, കൗണ്ടർ വെയിറ്റ് വേണ്ട, ചെയിൻസ് വേണ്ട. ഓക്കെ ആണോ? അപ്പോൾ സിമ്പിളാണ്. മേക്കിംഗ് ഇസ് പെർഫെക്റ്റ് ഫോർ ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻ വേറെ പിറ്റ് ആൻഡ് ഹോയിസ്റ്റ് വേ വുഡ് ബി ഫീസിബിൾ. ഒരു കുഴിയും ഒരു പിറ്റും ഒരു ഹോയിസ്റ്റ് വേയും ഈ പ്രഷർ ഡിഫറൻസിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളാണ്. ഓക്കെ ആണോ? ഇതിലൊന്ന് ഈ ചിത്രം നോക്കി നോക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ സോണാണ്. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രഷർ ഉള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് നിൽക്കും. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ലോ പ്രഷറും ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യും, ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായോ? നാലാമത്തെ വാക്വം പമ്പാണ്. വാക്വം അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻസ് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഡ്രൈവ് മോട്ടോഴ്സ്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് നമുക്ക് എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കും കേട്ടോ. ദീസ് ആർ വൈഡ്ലി യൂസ്ഡ് മോസ്റ്റ് ഓഫ് ദി ത്രീ ഫേസിലാണ് ഉപയോഗിക്കുക, AC-യിലാണ് ഉപയോഗിക്കുക. ബട്ട് ദേ ആൾസോ കം ഫോർ സിംഗിൾ ഫേസിന് നമുക്ക് ചെറിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കാം. അതിൻ്റെ പേരെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടേഴ്സ് ഇൻ ദി ദയർ റോട്ടർ. ഈ റോട്ടറിൽ ഇതാക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അണ്ണാരക്കണ്ണൻ്റെ കൂട് പോലെ സ്ക്വിറൽ കേജ് പോലെ തോന്നിക്കും. ദർ ടു മെയിൻ കമ്പോണൻറ്റ് ആർ റോട്ടറും സ്റ്റാറ്ററും. സ്റ്റാറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റർ ആയിരിക്കും, കറങ്ങത്തില്ല. റോട്ടർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഷാഫ്റ്റൊക്കെ ഉള്ള റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഇവിടെ ഭാഗം കാണിച്ചിട്ടുണ്ട് കണ്ടോ, സ്റ്റാറ്റർ ആർമേച്ചർ ഫീൽഡും റോട്ടർ ആർമേച്ചർ ഫീൽഡും കാണിച്ചിട്ടുണ്ട്. ഇനി രണ്ടും കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ദാസ് കോസസ് ദി എയർ ഗ്യാപ്പ് ഉണ്ടാവും. ദിസ് സിമ്പിൾ കൺസ്ട്രക്ഷൻ റിസൾട്ട് ഇൻ റിലേറ്റീവ്ലി ലോ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് ആൻഡ് മേക്സ് ഇറ്റ് ദി ഫസ്റ്റ് ചോയ്സ് ഫോർ എ ഡ്രൈവർ. ഓക്കെ ആണോ? ഫസ്റ്റ് ചോയ്സ് ഏതാണ്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർസ് 3 ഫേസ്. ഫൈൻഡ് ബിലോ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. പവർ നോക്കി നോക്കാം. സിംഗിൾ ഫേസ് ആണെങ്കിൽ ബിലോ 1 HP ആണ്, ഇതെന്താണ് എബവ് 1 HP ആണ്. ഇൻഡസ്ട്രിയൽ ഡ്രൈവ് ആണ്, ഇത് ഡൊമസ്റ്റിക് വീട്ടാവശ്യങ്ങൾക്കുള്ളതാണ്. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ഉപകാരം കിട്ടുമോ നമുക്ക് നോക്കിയേക്കാം. ബിഗ്ഗർ ആണ് വിത്ത് ലോവർ എഫിഷ്യൻസി. കണ്ടോ, എഫിഷ്യൻസി കുറവാണ് ഇതിനെ അപേക്ഷിച്ചിട്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ അപേക്ഷിച്ചിട്ട്. ഇനി അടുത്തത് റോബസ്റ്റ് ആണ്, അതായത് അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഒതുങ്ങി നിൽക്കുന്ന റിലയബിൾ ആണ്. ലോ മെയിൻ്റനൻസ് ആണ്, അവൈലബിലിറ്റി ലോ പ്രൈസിൽ എന്ത് ചെയ്യും, അവൈലബിൾ ആണ്. അടുത്തത് നോക്കിയേക്കാം. PMFC നോക്കി നോക്കാം കേട്ടോ. പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടോഴ്സ്, PMSM. പെർമനൻറ്റ് മാഗ്നറ്റ് എന്തെങ്കിലും ഉപയോഗിക്കാം, മനസ്സിലായോ? സിങ്ക്രണൈസിങ് ആക്ഷൻ ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഹൈ ടോർക്ക് ആൻഡ് ഡെൻസിറ്റി എഫിഷ്യൻസി. ഓക്കെ ആണോ?
അക്കോർഡിംഗ് ടു ദി യൂസ് ഗിവൺ ദർ ആർ 2 ടൈപ്പ് ഓഫ് റോട്ടോർ. എന്തുണ്ട്? ഇൻറ്റീരിയർ പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, അതായത് സർഫസ് മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്. സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം? പെർമനൻറ്റ് മാഗ്നറ്റ് വെക്കാം. ഇൻറ്റീരിയറിൽ നമുക്ക് എന്ത് ചെയ്യാം? പെർമനൻറ്റ് മാഗ്നറ്റ് വെക്കാം. ഇനി ഗിയർലെസ് ഇലവേറ്റേഴ്സ് മോട്ടോറൈസ്ഡ് ബൈ പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ് മോട്ടോഴ്സ് ഓഫർ മോർ ബെനിഫിറ്റ് ദാൻ ദെയർ കൗണ്ടർ പാർട്ട്. ട്രഡീഷണൽ അസിങ്ക്രണസ് മോട്ടോഴ്സ്, അതായത് അതിനെക്കാട്ടിലും കൂടുതൽ എന്ത് ചെയ്യും? നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടും. സച്ച് ആസ് ഹൈ പെർഫോമൻസ് അറ്റ് ലിഫ്റ്റിംഗ് അപ്പ്, മുകളിലേക്ക് പൊന്തിക്കും നല്ല പെർഫോമൻസ് വരുത്തരും. സ്റ്റോപ്പിംഗ്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് വിചാരിക്കും. മൂവിങ് ടു ഹൈലി സെൻസിറ്റീവ് അബ്സല്യൂട്ട് എൻകോഡർ കപ്പിൾഡ് ടു മോട്ടോർ ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് ഡ്രൈവർ സിസ്റ്റം. അത് ഡ്രൈവർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അക്യുറേറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യാം. ഇതൊരു ട്രാക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ. കണ്ടോ? ക്യാബിന് കണ്ടില്ല നിങ്ങൾ? ക്യാബിന് കണ്ട്, ഗൈഡ് വീല് കണ്ട്, കേബിൾ ട്രാവൽ ചെയ്യണ കണ്ടില്ലേ? കൗണ്ടർ വെയിറ്റ് കണ്ടില്ലേ? ഈ വലിയൊരു കറുത്ത ബാഗ് ഓക്കെയാണോ? ഇനി പാർട്സ് ഓഫ് ആൻ എലവേറ്റർ. എലവേറ്ററിൻ്റെ പാർട്സ് നോക്കിക്കുക. എമംഗ് ഓൾ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലവേറ്റേഴ്സ് ദി മോസ്റ്റ് കോമൺ വൺ പാസഞ്ചർ എലവേറ്റേഴ്സ് യൂഷ്വലി ഫോളോ വൺ ഓഫ് ദീസ് ടു കോൺഫിഗറേഷൻ. ഇതിലോ എന്ത് ചെയ്യും? നമ്മൾ കോമൺ ആയിട്ട് കോൺഫിഗറേഷൻ എടുക്കും. അതിൽ ഒന്നാമത്തത് ഹൈഡ്രോളിക്കോ ട്രാക്ഷനോ നമ്മൾ എടുക്കുക. ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ദാറ്റ് ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസസ് എ പിസ്റ്റൺ സിസ്റ്റം. നമ്മൾ പറഞ്ഞു അല്ലേ, ജാക്കാണ് ഉപയോഗിക്കുക ഹൈഡ്രോളിക്കിൽ. അപ്പോൾ ഈ ചിത്രത്തിൽ ഏതാണ് ജാക്ക്? നോക്കി നോക്കൂ, ഈ ചിത്രം നോക്കി നോക്കൂ. കണ്ടോ? ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ട്, അതിലൊരു ഹൈഡ്രോളിക് പിസ്റ്റൺ കണ്ടോ നിങ്ങൾ? ഹൈഡ്രോളിക് പിസ്റ്റൺ അത് ഈ പോകുന്നു കണ്ടോ? ഈ പോകുന്ന ഹൈഡ്രോളിക് പിസ്റ്റൺ കണ്ടോ? ക്യാബിനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സിസ്റ്റം കണ്ടോ? അപ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? ഇങ്ങനെ പൊന്തുമ്പോൾ എന്ത് ചെയ്യും? ഈ അറ്റാച്ച് ചെയ്ത ക്യാബിന് എന്ത് ചെയ്യും? മുകളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന്? കൗണ്ടർ വെയിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. എന്ത് മാത്രമേ ഉള്ളൂ? ഈ പിസ്റ്റനെ പ്രവർത്തിക്കാനുള്ള ഫ്ലൂയിഡ് ടാങ്ക് ഉണ്ട്, അതിൻ്റെ കൺട്രോളേഴ്സ് ഉണ്ട്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഇനി while traction lift comes with a counterweight and a geared or gearless hoist to fulfill its task. ഒരു ഹോസ്റ്റ് ഉണ്ടാവും കേട്ടോ, അത് ഗിയറോ ഗിയർലെസ്സോ ആയിരിക്കും. ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്തത് ഈ ഒരു പേജിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ ആണോ? എന്താണ് കാർ ബഫർ? എന്താണ് കാർ ഡോറ്? എന്താണ് കാർ സില്ല്? എന്താണ് ഡോർ ഓപ്പറേറ്റർ? എന്താ എലവേറ്റർ ക്യാബ്? എന്താ എലവേറ്റർ ഷാഫ്റ്റ്? എന്താണ് ഹോസ്റ്റ് വേ? അതിൽ തന്നെ എന്താണ് മാനുവലും ഓട്ടോമാറ്റിക് ഡോറും? പിന്നെ എന്താ ടോ ഗൈഡും ടൈൽ ഗൈഡ് ബ്രാക്കറ്റ്സും? നോക്കി നോക്കാം. എന്താണ് കാർ ബഫർ? കാർ ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് സ്റ്റോപ്പ് ദി ലിഫ്റ്റ് അറ്റ് ദി ഫൈനൽ ലിമിറ്റ് ഡൗൺവേർഡ് ബൈ അക്യുമുലേറ്റിംഗ് ഓർ ഡിസിപ്പേറ്റിംഗ് ദി കൈനറ്റിക് എനർജി. അടിയിലേക്ക് കൊണ്ട് പതിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഡിവൈസാണ് ഇത് കാർ ബഫർ. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? അതിൻ്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് അക്യുമുലേറ്റ് അല്ലെങ്കിൽ ഒഴിവാക്കി കളഞ്ഞിട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ട്. ഇറ്റ് ഇൻക്ലൂഡ് ബ്രേക്കിംഗ് മീൻസ് യൂസിങ് ഹൈഡ്രോളിക് ഓർ മീൻസ് ഓഫ് സ്പ്രിങ്. ബ്രേക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മളതിൽ ബഫർ ചെയ്യുക കേട്ടോ. കാറിൻ്റെ ബഫർ എന്ന് പറയും. ഇനി കാർ ഡോറ് പ്രിവെൻറ്റ് പാസഞ്ചർ ഫ്രം ഫാളിങ് ഓൺ ടു ഹോസ്റ്റ് വേ. ആ ലിഫ്റ്റ് പോണ കുഴി ഉണ്ടല്ലോ, ആ ലിഫ്റ്റ് മുകൾക്ക് ഇങ്ങനെ ചലിക്കുന്ന ആ ഹോസ്റ്റ് വേ ഉണ്ടല്ലോ, അതിലേക്ക് ആൾക്കാർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഡോർ വേണ്ടേ? ആ ഡോറിന് എന്ത് വിളിക്കും? കാർ ഡോർ അല്ലെങ്കിൽ ക്യാബിൻ ഡോർ എന്ന് വിളിക്കും. ഇനി എന്താണ് കാർ സില്ല്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ മെറ്റാലിക് കമ്പൗണ്ട് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി അറ്റ് ദി എൻട്രൻസ് ഓഫ് എക്സിസ് ടു ദി ഗ്രൗണ്ട്. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനോ ഇതാക്കാനുള്ള ഹൊറിസോണ്ടലി ആയിട്ടുള്ള ഭാഗമാണ് ഇത് കാർ സില്ല്. ടുഗദർ വിത്ത് ലാൻഡിംഗ് ഡോർ, സിൽ ആൻഡ് ഫ്ലോർസ് slide block, they work as a guard to prevent the car door from shaking back and forth. കാർ സില്ലിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് നമ്മുടെ കാർ സില്ല്. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇയാൾ ആടത്തില്ല. പിന്നെ നമുക്ക് ഒരു ഗൈഡായിട്ടും ആക്ട് ചെയ്യും. പക്ഷേ മെയിൻ ഫംഗ്ഷൻ ഇത് മറ്റേതാണ് നമ്മൾ പറഞ്ഞ അങ്ങോട്ടും. അപ്പോൾ കാർ സില്ല് പഠിച്ചില്ലേ? ഒരു മെറ്റാലിക് കമ്പൗണ്ടാണ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി അറ്റ് എൻട്രൻസ് ഓഫ് സെക്യൂരിറ്റി ഗ്രൗണ്ട്. നമ്മൾ ഫ്ലോറിലേക്ക് ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങാനോ കയറാനോ ഇരിക്കുമ്പോൾ അവിടെയാണ് ഉണ്ടാവുക, അതിന് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാവുക. ടുഗദർ വിത്ത് ലാൻഡിലോ സിൽ ഫ്ലോർ സ്ലൈഡ് ബ്ലോക്ക് ദേ വർക്ക് ആസ് എ ഗൈഡ് ടു പ്രിവെൻറ്റ് കാർ ഡോർ ഫ്രം ഷേക്കിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഈ ഹോയിസ്റ്റ് വേ എന്ന് പറഞ്ഞൊരു കുഴിയല്ലേ, ആ കുഴിയിൽ എന്ത് ചെയ്യും? ഈ ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കയറുമ്പോഴൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കാർ സില്ല് ഉപയോഗിക്കുക. ചിത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഡോർ ഓപ്പറേറ്റർ ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻസ്റ്റാൾഡ് ഓൺ ടോപ്പ് ഓഫ് ദി കാർ. എവിടെയെന്ന് ചോദിക്കും? മുകളിലാണ്, ലിഫ്റ്റിൻ്റെ മുകളിലാണ് വെക്കുക. ഓട്ടോമാറ്റിക്കലാണ് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക? ഡോർ ഓപ്പറേറ്റർ വെക്കുക. എലവേറ്റർ ക്യാബ് കേട്ടോ. എലവേറ്റർ ക്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ ഡ്രോയർ, ഒരു ഡ്രോയറാണ്. ദാറ്റ് ഹോൾഡ് ദി പാസഞ്ചർ ആണെങ്കിൽ പാസഞ്ചർ. ഇനി ഫ്ലൈറ്റ് എലവേറ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലോഡിനല്ല, ചരക്കുകളൊക്കെ ഇതാക്കും. ഇയാളെന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? മോൾക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദി ഷാഫ്റ്റ് ആൻഡ് ആസ് മാൻഡേറ്റഡ് ബൈ ഇൻ്റർനാഷണൽ റെഗുലേഷൻസ്.
ഇറ്റ് ഈസ് പ്രോപ്പർലി ലൈറ്റഡ് ഇട്ടുണ്ടാവും, വെന്റിലേഷൻ ചെയ്തിട്ടുണ്ടാവും, സൂട്ടബിൾ ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. വെൻ ഇറ്റ് കംസ് ടു സേഫ്റ്റി ഇറ്റ് ഈസ് ആൾസോ മാൻഡറ്ററി ദ ക്യാബിൻ ടു ബി റെസിസ്റ്റൻറ്റ് ടു ഇമ്പാക്റ്റ് ആൻഡ് ഫയർസ്. അതുപോലെ ഇമ്പാക്റ്റിന് ഷോക്ക് റെസിസ്റ്റൻസ്, ഫയർ റെസിസ്റ്റൻസ് അതൊക്കെ ആയിരിക്കണം എന്ത് നമ്മളെ എലവേറ്റർ ക്യാബിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എലവേറ്റർ ക്യാബ് അല്ലെങ്കിൽ കാർ, ഈ രണ്ട് പേർക്കും നോക്കട്ടോ. ഇനി അടുത്താണ് എലവേറ്റർ ഷാഫ്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്പേസ് വെയർ ദി ക്യാബിൻ ഈസ് എൻക്ലോസ്ഡ് ആൻഡ് മൂവ്. ക്യാബിന് എൻക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് എലവേറ്റർ ഷാഫ്റ്റ്. അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് എലവേറ്റേഴ്സ് ഇറ്റ് ലൊക്കേഷൻ മേ വേരി. ചില എലവേറ്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇറ്റ് കണ്ടെയ്ൻ ദി ഗൈഡ് ട്രാക്ക്. എന്തൊക്കെ വരികയെന്ന് ചോദിക്കും കേട്ടോ. ഈ എലവേറ്റർ ഷാഫ്റ്റിൽ എന്തൊക്കെ വരും? ഗൈഡ് ട്രാക്ക് വരും. കാരണം അതിങ്ങനെ മുകളിൽ പോകുമ്പോൾ ഈ ട്രാക്കിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഗൈഡ് ചെയ്യുക. ആൻഡ് കൗണ്ടർ വെയിറ്റ് വരും, വിച്ച് ഹെൽപ്പ് ദി റെഡ്യൂസ് സ്ട്രെയിൻ ഓൺ ദി മോട്ടോറിൻ്റെ സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ വെയിറ്റും വരും. ഇനി അടുത്തത് ഹോയിസ്റ്റ് വേ ഡോർസ്. സിമ്പിളാണ്. ദേ ആർ മെയിൻ ഫോർ ലെറ്റിംഗ് പീപ്പിൾ കം ഇൻ ആൻഡ് ഔട്ട് ദി ഡോർ. എന്താ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ക്യാബിൻ്റെ ഡോറിന് ഹോയിസ്റ്റ് വേ ഡോർ എന്ന് വിളിക്കും. ഉള്ളിലും പുറത്തേക്കും വരാനും പോകാനും വേണ്ടിയിട്ടാണ്. മാനുവൽ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ഡോർ ഉണ്ടായിരുന്നു അല്ലേ. രണ്ടാമത്തെ ഓട്ടോമാറ്റിക് ഡോർ. ദേ ഓപ്പൺ ആൻഡ് ക്ലോസ് ഓട്ടോമാറ്റിക്കലി താങ്ക്സ് ടു ഡോർ ഓപ്പറേറ്റർ ഡിവൈസ്. നമ്മൾ പറഞ്ഞില്ല, കാറിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, ഡോർ ഓപ്പറേറ്റർ മെക്കാനിസം വെക്കുക. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡോർ അടക്കും തുറക്കും ചെയ്യും. ഇനി അടുത്താണ് ടോ ഗാർഡ്. സ്റ്റീൽ ആംഗിൾഡ് പ്ലേറ്റ് ഇൻസ്റ്റാൾ അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഹോയിസ്റ്റ് വേൻ്റെ എഡ്ജിലാണ് ഉണ്ടാവുക. ഓർ ദി കാർ ടു ലോവർ ദി ഷിയറിംഗ് ആക്ഷൻ ഓർ സീൽ ഓർ ത്രഷോൾഡ് ഇൻ കേസ് കാർ ഡോർസ് ഡസ് നോട്ട് ഓപ്പണിംഗ് അറ്റ് എ ലാൻഡിംഗ്. ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഷിയറിംഗ് ആക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോ ഗാർഡ് ഉപയോഗിക്കുക. ഈ ഗൈഡുകൾ ബ്രാക്കറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ചെയ്യുന്നത്, ബീം ആക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ ആംഗിൾസ് ആകാം. റെയിൽസിനോട്ട് എന്ത് ചെയ്യും, ഫാമിലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. റെയിൽസിനോട്ട് ഫാമിലി അറ്റാച്ച് ചെയ്തിട്ടുള്ള സാധനമാണ് ഗൈഡ് റെയിൽ ബ്രാക്കറ്റ്. ഇനി അടുത്താണ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടാങ്ക് ഓർ വാൾ മൗണ്ടഡ് ഇലക്ട്രിക്കൽ പാനൽ വിത്ത് കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ടു ഓപ്പറേറ്റ് ദി എലവേറ്റർ. ഒരു ഇലക്ട്രിക്കൽ പാനലാണ്, അത് നമ്മൾ എന്ത് ചെയ്യും, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എലവേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാം അല്ലേ. കൺട്രോളർ ചിത്രം കണ്ടില്ലേ നിങ്ങൾ, കൺട്രോളർ കണ്ടില്ലേ. ഇനി അടുത്തത് ഹൈഡ്രോളിക് ഓയിൽ സപ്ലൈ ലൈൻ. ഇത് എവിടെ ഉണ്ടാവും, നമ്മൾ പഠിച്ചാലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലേ രണ്ട് ടൈപ്പ് എലവേറ്റേഴ്സ്. ഹൈഡ്രോളിക് മെഷീൻ